നമുക്കറിയാം ഈ ജീവിത ചിലവെന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും വല്ലാതെ വലയ്ക്കുന്നതാണ്. ദിവസേനയുള്ള ചിലവ്, പിന്നെ മാസേനയുള്ള ചിലവ്. മാസാവസാനമാവുമ്പോൾ പലപ്പോഴും കയ്യിൽ കാശിന്റെ കുറവ് പലർക്കും വരാറുണ്ട്. പിന്നെ സാലറി കിട്ടും വരെയുള്ള ഒരു കാത്തിരിപ്പാണ്. ബഡ്ജറ്റ് ഉണ്ടാക്കി കൃത്യമായിട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്, ഒരു ബഡ്ജറ്റും ഇല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന മറ്റൊരു വിഭാഗമൊക്കെ കാണാം. അപ്പൊ നാട്ടിലെ ചിലവ് കൂടുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സാധനങ്ങളുടെ വില കൂടുന്നു, ജീവിത ചെലവ് കൂടുന്നു, താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ജീവിത ചെലവുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ നാട്ടിലെ നഗരങ്ങളിൽ ജീവിത ചെലവ് കുതിച്ചുയരുകയാണെന്ന പരാതി നമുക്കിടയിൽ സാധാരണമാണ്. മുംബൈയിലോ ബാംഗ്ലൂരിലോ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതിനെ കുറിച്ചോ അവിടുത്തെ ജീവിത ചെലവിനെ കുറിച്ചോ അല്ലെങ്കിൽ ജീവിതശൈലിയെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ആഗോളതലത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾ ഇന്നും സാധാരണക്കാർക്ക് താങ്ങാവുന്ന പരിധിയിലാണോ നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെയും അമേരിക്കയിലെയും നഗരങ്ങൾ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുമ്പോൾ നമ്മുടെ മുംബൈയും ഡൽഹിയും എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ നഗരങ്ങളിൽ താമസിക്കാൻ ചെലവ് വളരെയധികം കൂടുതലാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഏറ്റവും പുതിയ ആഗോള ജീവിത ചെലവ് റാങ്കിംഗ് അഥവാ ഗ്ലോബൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് റാങ്കിങ്സ് രസകരമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്, ജനീവ തുടങ്ങിയ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ സ്ഥലങ്ങളായി ആധിപത്യം തുടരുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങൾ പോലും ആഗോള പട്ടികയിൽ വളരെ താഴെയാണ്. ഡൽഹി, ബാംഗ്ലൂർ പോലുള്ള മറ്റു മെട്രോ നഗരങ്ങളും തൊട്ടു പിന്നാലെയുണ്ട്. ഇന്ത്യയിലെ ജീവിത ചെലവ് ഉയർന്ന നിലയിലാണെന്ന് തോന്നുമ്പോഴും ലോകത്തെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നുവെന്ന് ഈ കണക്കുകളിൽ പറയുന്നുണ്ട്. ഇനി മുംബൈ ആണെങ്കിൽ 445 സ്ഥാനം, ഗുഡ്ഗാവ് ആണെങ്കിൽ 450, ഡൽഹി 454, പൂനെ 455, ബാംഗ്ലൂർ 457, ഹൈദരാബാദ് 459, അഹമ്മദാബാദ് ആണെങ്കിൽ 461. ഇനി ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ 463 സ്ഥാനമാണുള്ളത്. ചെന്നൈ ആണെങ്കിലോ 465 സ്ഥാനത്ത്. ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരങ്ങൾ പോലും ലോകത്തിലെ ഏറ്റവും ചിലവേറിയ 400 നഗരങ്ങളുടെ പട്ടികയിൽ പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഈ നഗരങ്ങളുടെ പട്ടികയിൽ വരുന്ന ആദ്യത്തെ 6 നഗരങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ഈ ആദ്യത്തെ 6 നഗരങ്ങളും സ്വിറ്റ്സർലൻഡിലാണുള്ളത്. ഒന്നാമത്തേത് സൂറിച്ച്, രണ്ടാമത്തേത് ജനീവ, മൂന്നാമത്തേത് ബാസൽ, 4 ലൊസാനെ, അഞ്ചാമത്തേത് ബേൺ, ആറാമത്തേത് ലുഗാനോ, അടുത്തത് 7ാമത്തേത് ന്യൂയോർക്ക്, അടുത്തത് റെയ്ക്ജാവിക് ഐലൻഡിലാണ്. 9ാമതായി പട്ടികയിലുള്ളത് ഹൊണോലു ആണ്, അത് അമേരിക്ക. പിന്നെ സാൻ ഫ്രാൻസിസ്കോ. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം ഇവിടെ പ്രകടമാണ്. ശക്തമായ കറൻസികൾ, ഉയർന്ന വേതനം, സേവനങ്ങളുടെ ഉയർന്ന നിരക്ക് എന്നിവ കാരണം മുൻനിര ആഗോള രാജ്യങ്ങളിലെ ജീവിത ചെലവ് വളരെയധികമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളിൽ പോലും വാടക, ഭക്ഷണം, ഗതാഗതം തുടങ്ങിയ ചെലവുകൾ ആഗോള നഗരങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇനി നമുക്കൊന്ന് ലോകത്തെ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ ഒരു നഗരത്തെക്കുറിച്ചൊന്ന് അറിയാം. ഇത് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. ഇത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. രണ്ടാമത്തേത് ലക്നൗ ആണ്. അത് കഴിഞ്ഞു വരുന്നത് ഇൻഡോർ, ജയ്പൂർ, ഭുവനേശ്വർ എന്നീ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവുള്ള 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും നഗരങ്ങളിൽ ജീവിത നിലവാരം ഉയർന്നു നിൽക്കുന്നതിനൊപ്പം അവിടുത്തെ സേവന നികുതികളും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ചെലവുകളും എല്ലാം വളരെ കൂടുതലാണ്. അതായത് ഒരാൾക്ക് ഭക്ഷണത്തിനും വാടകയ്ക്കുമായി ചെലവാക്കേണ്ടി വരുന്ന തുകയുടെ ചെറിയൊരു ശതമാനം മാത്രം മതിയാവും ഇന്ത്യയിലെ ഒരു വൻ നഗരത്തിൽ ജീവിക്കാൻ. ഈ രാജ്യങ്ങളിലെ കറൻസി മൂല്യവും ഉയർന്ന വേതനവുമാണ് ഇത്തരം നഗരങ്ങളെ ആഗോള പട്ടികയുടെ മുൻനിരയിൽ എത്തിക്കുന്നത്. അതേസമയം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജീവിക്കാൻ കഴിയുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഈ പട്ടികയിൽ ഒന്നാമതെത്തിയത് ചെറിയ കാര്യമല്ല. ഉത്തരേന്ത്യൻ നഗരങ്ങളായ ലക്നൌവും ഇൻഡോറും ഒക്കെ ഈ നിരയിലുണ്ട്. നമുക്കറിയാം ജീവിത ചെലവ് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, സ്വദേശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയാണ്. ഒരു ബഡ്ജറ്റിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ജീവിത ചെലവ് ആകെ താളം തെറ്റും. അടിക്കടിയുള്ള ഈ വിലക്കയറ്റവും സാധനങ്ങൾ കിട്ടാതെ ആവുന്നതുമെല്ലാം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനത്തെ ഒരു നഗരമുണ്ടെന്നുള്ളത് നമുക്ക് ആശ്വസിക്കാൻ വകയുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലക്നൌവും ഇൻഡോറും ഒക്കെ പട്ടികയിലുണ്ട് എന്നുള്ളത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ജീവിത ചെലവ് നിയന്ത്രിച്ച് ഒരു ബഡ്ജറ്റിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും വലിയ ബുദ്ധിമുട്ടിലായി പോകും.